പോകുന്നത് കൊച്ചിയിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊന്നു. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. ഇത് അതിദാരുണം എന്നൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലും അപ്പുറമാണ്. ഇതാരാണ് ചെയ്തത്, എങ്ങനെയാണ്, എപ്പോഴായിരുന്നു സംഭവം? രാവിലെ 8 മണിയോട് കൂടിയാണ് കൊച്ചി നഗര ഹൃദയത്തിൽ പനമ്പള്ളി നഗറിൽ വിദ്യാനഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത്. ആ കുട്ടിയുടെ മൃതദേഹം നവജാത ശിശുവാണ്. നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇപ്പോൾ റോഡിൽ കിടക്കുന്ന ദൃശ്യമാണ്. ഇതിന് സമീപത്തെ ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ താഴേക്ക് എറിയുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഇവിടെ വന്ന ക്ലീനിങ് തൊഴിലാളികളാണ് ഒരു കെട്ട് താഴെ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അതൊരു നവജാത ശിശുവിൻ്റെ മൃതദേഹമാണെന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസിലൂടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഫ്ലാറ്റിൽ ചില ഫ്ലാറ്റുകളിൽ ആൾതാമസം ഇല്ല. അവിടെ നിന്നാണ് കുട്ടിയെ ഇങ്ങോട്ട് എറിഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഫ്ലാറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇവിടെ അങ്ങനെ ഗർഭിണികളായിട്ടുള്ള ആരും താമസിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും അത്തരത്തിൽ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകൾക്കൊന്നും അങ്ങനെ ഗർഭിണികളല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഈ കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് എന്നെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നവജാത ശിശുവിനെ, ഇത് ജനിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അങ്ങനെ നവജാത ശിശുവിനെയാണ് താഴേക്ക് എറിഞ്ഞ് കൊന്നിരിക്കുന്നത്. അതിനി എറിഞ്ഞു കൊന്നതാണോ അതോ മരിച്ചതിന് ശേഷം താഴേക്ക് എറിഞ്ഞതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാണുന്ന ഫ്ലാറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കുട്ടിയെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത്. CCTVയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. 8 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അരുൺ ശങ്കർ, ഈ CCTV ദൃശ്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ അത് ഏത് ഫ്ലാറ്റിൽ നിന്നാണ്, ആരാണ് എറിഞ്ഞതെന്ന് സംബന്ധിച്ച ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണോ? ഈ എറിഞ്ഞ ഭാഗത്തെ ഫ്ലാറ്റിൽ ആൾ താമസമുണ്ടോ? അത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അക്കാര്യമൊക്കെ പരിശോധിക്കുകയാണ് പോലീസ്. ഏത് ഈ CCTV ദൃശ്യത്തിലെ ദൃശ്യം പരിശോധിച്ചുകൊണ്ട് ഏത് ഫ്ലാറ്റിൽ നിന്നാകാം കുട്ടിയെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലാറ്റ് അധികൃതർ പറയുന്നത് ചില ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആൾതാമസം ഈ ഭാഗത്ത് ഈ കുട്ടിയുടെ മൃതദേഹം കിടക്കുന്ന ആ സമയത്തെ ഫ്ലാറ്റുകൾ ചിലത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് ഈ ഫ്ലാറ്റ് അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റുകളിലൊന്നും ഗർഭിണിയായ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ആരും ഗർഭിണികളായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് ആരുടെ കുട്ടിയാണെന്നുള്ളത് ഉൾപ്പെടെയുള്ള പരിശോധിക്കേണ്ടതുണ്ട്. ഇനി മറ്റെവിടെങ്കിലും നിന്നും ഉള്ള കുട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം താഴേക്ക് എറിഞ്ഞതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ചുകൊണ്ട് അറിയേണ്ടതുണ്ട്. എന്നാൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്, റോഡിൽ തന്നെ കിടക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും. പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അധികം ആൾവാസം ഇല്ലാത്തതാണോ? അതായത് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ പല ഫ്ലാറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വളരെ കുറച്ച് ഫ്ലാറ്റുകളിൽ മാത്രമാണോ ആൾ താമസമുള്ളത് അവിടെ? ഇവിടെ മിക്ക ഫ്ലാറ്റുകളിൽ ആൾ താമസമുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ മൃതദേഹം കിടക്കുന്ന ആ ഭാഗത്ത് ചില ഫ്ലാറ്റുകളിൽ ആൾ താമസമില്ല എന്നുള്ളതാണ് ഫ്ലാറ്റ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ അവിടേക്ക് കയറി പരിശോധന നടത്തുകയാണ്. അരുൺ, ദയവായി തുടരുക. നമുക്കിപ്പോൾ ലഭ്യമായ ആ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാം. കൊച്ചിയിലാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഫ്ലാറ്റിന് മുകളിൽ നിന്നും നവജാത ശിശുവിനെ താഴേക്ക് എറിഞ്ഞു കൊന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. ഇനി ജീവനോടുകൂടി താഴേക്ക് എറിഞ്ഞതാണോ, അല്ലെങ്കിൽ ആ ഒരു മുകളിൽ നിന്ന് തന്നെ നവജാത ശിശുവിനെ ജീവനില്ലാതെ താഴേക്ക് എറിഞ്ഞതാണോ, ഇതൊന്നും സംബന്ധിച്ച് വ്യക്തമല്ല. ഇതൊക്കെയും സംബന്ധിച്ച് അന്വേഷണവും തെളിവെടുപ്പും നടന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തുണ്ട്. പല ഫ്ലാറ്റുകളും അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേത് ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് കൂടുതൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഏത് ഫ്ലാറ്റിൽ നിന്നാണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിച്ചേക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത്ര ക്രൂരമായൊരു കൃത്യം ചെയ്യാൻ ഇത് ആർക്കാണ് മനസ്സ് വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നത് സംബന്ധിച്ചൊക്കെ അറിയാനിരിക്കുന്നു ഇനി. അരുൺ ശങ്കർ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? അത് സംബന്ധിച്ചും അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ നടക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും പോലീസ് ഇവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. പ്രധാനമായിട്ടും ഈ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. CCTVയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും കുഞ്ഞിനെ താഴേക്ക് എറിയുന്നത്. എവിടെ നിന്നാണ്, ഏത് ഫ്ലാറ്റിൽ നിന്നാണ് എറിഞ്ഞത് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പരിശോധിക്കുന്നത്. അങ്ങനെ 1-2 ഫ്ലാറ്റുകൾ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നുള്ളതും പോലീസ് നോക്കുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തേണ്ടി വരും. കാരണം ഈ കുട്ടിയെ എറിഞ്ഞതായി കണക്കാക്കപ്പെടുന്ന ഫ്ലാറ്റ് നിലവിൽ അടഞ്ഞു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ കുട്ടിയെ എറിഞ്ഞത്, അല്ലെങ്കിൽ അടഞ്ഞുകിടന്ന ഫ്ലാറ്റിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞു കൊന്നതാണോ, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം താഴേക്ക് പൊതിഞ്ഞ് എറിഞ്ഞതാണോ, അതും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം നടത്തണം. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധന വേണം. അങ്ങനെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് എങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതെന്നും അതോടൊപ്പം തന്നെ ആരാണ് കുട്ടിയെ താഴേക്ക് എറിഞ്ഞതെന്നും വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായിട്ട് ഫ്ലാറ്റ് അധികൃതർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലെങ്ങും ഗർഭിണിയായ സ്ത്രീ ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ജോലിക്ക് വരുന്ന സ്ത്രീകളിലാരും ഗർഭിണിയല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ CCTV മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ കുട്ടിയെ പുറത്തേക്ക് എറിഞ്ഞതിൻ്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട്